എന്താടാ നിന്റെ മുഖത്തിന് ഇത്ര കനം? എന്താ നിന്റെ ഭാര്യ പുതിയ വലിയ പരാതിയും വെച്ച് തന്നോ? ചേച്ചി എന്തിനാ വെറുതെ അവളെ പഴിക്കുന്നത്? അവൾ എന്നോട് ചേച്ചിയെ കുറിച്ച് ഒന്നും പറയാറില്ല. ഇനി അഥവാ പറഞ്ഞാൽ തന്നെ നല്ലത് മാത്രമേ പറയാറുള്ളൂ. ഓ പിന്നെ നല്ലത് മാത്രം പറയുന്ന ഒരു മോള്. നീ ആരോടാടാ ഈ കള്ളം പറയുന്നേ? അവളുടെ മനസ്സിലിരിപ്പ് എനിക്ക് നന്നായിട്ട് അറിയാം. ചേച്ചിക്ക് ഒരു ചുക്കും അറിയില്ല. അറിയെങ്കിലേ ഇങ്ങനെയൊന്നും സംസാരിക്കില്ലായിരുന്നു. ചേച്ചിക്ക് എന്താ ആ പാവത്തിനോട് ഇത്ര ദേഷ്യം? നീ നിന്റെ പാട് നോക്കി പോയേ. വെറുതെ വല്ലവരും പറയുന്നത് കേട്ടോണ്ട് എന്നോട് വഴക്കിന് വന്നാലുണ്ടല്ലോ. എന്നാര് പറഞ്ഞു? ആരും ഒന്നും പറഞ്ഞില്ല. ഇതൊക്കെ ചേച്ചി വെറുതെ ആലോചിച്ച് കൂട്ടുന്നതാ. അല്ലെങ്കിൽ ഗോമതി ചേച്ചി പറഞ്ഞു നുണകളോ? പിന്നെ ഗോമതി ചേച്ചി പറഞ്ഞു തന്നിട്ട് വേണം എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാൻ. ചേച്ചി എന്തറിഞ്ഞെന്നാ? ഞാനും എൻ്റെ ഭാര്യയും ആർക്കും ഒരു ദ്രോഹവും ചെയ്യാണ്ട് പരമാവധി ഒതുങ്ങി ജീവിക്കുക അവിടെ. ഇനി അതും ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ എങ്ങോട്ടെങ്കിലും മാറിത്തരാം. നീ എങ്ങോട്ട് മാറുന്ന കാര്യം പറയുന്നേ? നിനക്ക് മാറണമെങ്കിൽ നീ മാറിക്കോ. പക്ഷെ അതിനുവേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ ഒരു കുടുംബകലഹം ഉണ്ടാക്കരുത്. ഇല്ലാത്ത കാര്യങ്ങളൊന്നുമല്ല. മുത്തശ്ശി ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത്. ഇപ്പോഴല്ലേ മുത്തശ്ശി പറഞ്ഞ ഇവിടെ എന്തൊക്കെയാ കുഴപ്പമുണ്ടെന്ന്? ഞാൻ അങ്ങനെ പലതും പറഞ്ഞെന്നിരിക്കും. അത് കേട്ടിട്ട് ഇവിടെ ആരെങ്കിലും തുള്ളാൻ തിന്നാലുണ്ടല്ലോ, കാള പോലെ വളർന്നൊന്നും ഞാൻ നോക്കില്ല, അടിച്ച് ചെവിട് പൊട്ടിച്ച് കളയും ഞാൻ. നിന്നെ എല്ലാം കൂടെ ഒന്നിച്ച് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നതേ എന്റെ മനസ്സമാധാനം കളയാനല്ല, എനിക്ക് മനസ്സമാധാനം കിട്ടാനാ. അത് തരാനല്ല നിന്റെയൊക്കെ ഉദ്ദേശമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ആദ്യം ആമിയും തമ്മിൽ എനിക്ക് യാതൊരു വ്യത്യാസവുമില്ല. അത് സ്നേഹത്തിന്റെ കാര്യത്തിലായാലും ശിക്ഷയുടെ കാര്യത്തിലായാലും. ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാനാണെങ്കിൽ അങ്ങനെ, അതല്ല ഇല്ലാത്ത കാര്യങ്ങൾ പടച്ചുണ്ടാക്കി അടിച്ചു പിരിയാനാണെങ്കിൽ അങ്ങനെ. തീരുമാനങ്ങൾ എന്തായാലും പെട്ടെന്ന് അറിയിച്ചോണം. അത് ആങ്ങളെയായാലും പെങ്ങളായാലും. കഴിഞ്ഞതൊക്കെ നീ ഇത്ര വേഗം മറന്നുവല്ലേ? ഭാര്യ എത്ര വേണമെങ്കിലും കിട്ടും, പക്ഷെ ഒരു കൂടപ്പിറപ്പിനെ ഒരിക്കലും മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടില്ല. അത് നീ മറക്കാതിരുന്നാ നല്ലത്.